വെള്ളിയാഴ്ച ജുമുഅയും പെരുന്നാളും ഒപ്പം വന്നാൽ അവിടെ ജുമുഅ നിർബന്ധമുണ്ടോ ഇല്ലേ എന്ന വിഷയം ഇപ്പൊ സോഷ്യൽ മീഡിയ അൽഹംദുലില്ലാഹ് സജീവമാണ്. മനുഷ്യന്മാർക്ക് ആ ഫത്വ, ആ ഒരു വിഷയം പഠിക്കാൻ അതൊരു അവസരമായി മാറി. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നടത്തിയ ഇതേ ചോദ്യത്തിലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ നടത്തിയത് ഇവിടെ ആരോട് ചോദിച്ചു, ആ ചോദിച്ചു പറഞ്ഞ ഉത്തരമായിരുന്നു അത്. തർക്കമില്ലാത്ത വിധം 5-6 ഹദീസിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. ഏതെങ്കിലും ഒരു ഹദീസ് വന്ന ഒരു പദപ്രയോഗം മാത്രമൊന്നുമല്ല, വ്യത്യസ്തമായ ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. 1-2 ഞാൻ പറയാം. ഏതെന്നാലും ആ ചർച്ച വന്ന സ്ഥിതിക്ക് നമുക്ക് ആ വിഷയം പഠിക്കാൻ ഒരു അവസരമാണ്. സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു മുആവിയ ഇബ്നു അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, ഹൽ ശഹീദത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദൈനി ഇജ്തമഅ ഫീ യൗമിൻ വാഹിദ്. ഒരു ദിവസം 2 ഈദുകൾ സംഗമിച്ചതിന് നബിയോടൊപ്പം നീ സാക്ഷിയായിട്ടുണ്ടോ എന്ന് അബൂ സുഫിയാൻ ചോദിക്കുന്നു സയ്യിദ് ഇബ്നു അർഖമിനോട്. അപ്പോൾ സയ്യിദ് ഇബ്നു അർഖം പറഞ്ഞു, നഅം, അതെ, ഞാൻ നബിയോടൊപ്പം അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അബൂ സുഫിയാൻ ചോദിച്ചു, കൈഫ സ്വനഅ, അന്ന് നബി എങ്ങനെ ചെയ്തു ചോദിച്ചു. 2 ഈദാണ്, ജുമുഅയും പെരുന്നാളും. ഒരു ദിവസം 2ഉം കൂടെ സംഗമിച്ചപ്പോൾ നബി എന്താണ് എങ്ങനെയാണ് ചെയ്തത്? അപ്പൊ സയ്യിദ് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വല്ലൽ ഈദ, നബി ഞങ്ങൾ ഈദ് നിസ്കരിച്ചു, പെരുന്നാൾ നിസ്കരിച്ചു. സുമ്മ റഖസ ഫിൽ ജുമുഅത്തി, എന്ന് ജുമുഅയുടെ വിഷയത്തിൽ നബി ഞങ്ങൾ ഇളവ് നൽകി. ഫഖാല, ഇളവ് നൽകിക്കൊണ്ട് നബി ഞങ്ങൾ പറഞ്ഞു, മൻ ശാഅ യുസല്ലിയ ഫൽയുസല്ലി, ജുമുഅ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ നിസ്കരിച്ചു കൊള്ളട്ടെ എന്ന് നബി പറഞ്ഞു, ഇളവ് തന്നു. അവിടെ ദൂരത്തിൽ നിന്ന് വരുന്ന മനുഷ്യന്മാരെന്നോ നാട്ടിലേക്കില്ലാന്നോ അതൊന്നും ഇല്ല. നബി ഞങ്ങളെയും കൂട്ടി പെരുന്നാൾ നിസ്കരിച്ചു എന്ന് നബി ഇളവ് തന്നിട്ട് പറഞ്ഞു, ഇനി ഉദ്ദേശിക്കുന്നവർ ജുമുഅ നിസ്കരിക്കട്ടെ. ഇമാം അഹ്മദ്, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ, ദാരിമി, ഹാക്കിം എന്നിവരെല്ലാം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ് അത്. രണ്ടാമത് മറ്റൊരു ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഖദ് ഇജ്തമഅ ഫീ യൗമികും ഹാദാ ഈദാനി, ഇന്ന് നിങ്ങളുടെ ഈ ദിവസത്തിൽ 2 ഈദുകൾ സംഗമിച്ചിരിക്കുന്നു, പെരുന്നാളും ജുമുഅയും. അതിനാൽ ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമുഅത്തി, ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന് ജുമുഅയ്ക്ക് പകരം ഇത് മതിയാകുന്നതാണ്. വഇന്നാ മുജമ്മിഊൻ, നാം ഇവിടെ ജുമുഅ സംഘടിപ്പിക്കുന്നുണ്ട്. ജുമുഅ സംഘടിപ്പിക്കുന്നുണ്ട്, പക്ഷെ ആവശ്യമുള്ളവർ വന്നാൽ മതി, അല്ലാത്തവർക്ക് ഈ പെരുന്നാൾ നിസ്കാരം മതിയാകും എന്ന് പെരുന്നാൾ ദിവസത്തിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞുവെന്ന് അബൂ ഹുറൈറ പറയുന്നു. ഇമാം ഹാക്കിം, അബൂദാവൂദ്, ഇബ്നു മാജ, ബൈഹഖി എന്നിവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു, ഇജ്തമഅ ഈദാനി ഫീ യൗമികും ഹാദാ, നബി തങ്ങൾ പെരുന്നാൾ നിസ്കരിച്ചിട്ട് പറഞ്ഞു, ഈ ദിവസം 2 ഈദുകൾ സംഗമിച്ചിരിക്കുന്നു. അതിനാൽ ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമുഅ, ഉദ്ദേശിക്കുന്നവർക്ക് ജുമുഅയ്ക്ക് പകരം ഇത് മതി. വഇന്നാ മുജമ്മിഊൻ ഇൻഷാ അല്ലാഹ്, ഞങ്ങൾ ജുമുഅ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് നബി പറഞ്ഞു. ഇമാം ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്. നാലാമത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് അബൂ ഉബൈദ് മൗല ഇബ്നു അസ്ഹർ, ഇബ്നു അസ്ഹറിന്റെ മൗലയായ അബൂ ഉബൈദ് പറയുന്നു, ഖാല അബൂ ഉബൈദ് പറഞ്ഞു, ഷഹീദുൽ ഈദൈനി മഅ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ അഫ്ഫാന്റെ കൂടെ ഞാൻ 2 ഈദുകൾക്ക് സാക്ഷിയായി. അത് പെരുന്നാളും ജുമുഅയും ഒന്നിച്ച് വന്ന ദിവസം, അന്ന് ഉസ്മാൻ അഫ്ഫാനാണ് ഖലീഫ അക്കാലത്ത്, ഞാനത് സാക്ഷിയായി. വകാന ദാലിക യൗമൽ ജുമുഅ, അത് വെള്ളിയാഴ്ചയായി. ഫസല്ല ഖബ്ല അൽ ഖുത്ബത്തി സുമ്മ ഖതബ, പെരുന്നാളിന് അദ്ദേഹം ആദ്യം നിസ്കരിച്ചു, പിന്നീട് ഖുത്ബ നിർവഹിച്ചു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, യാ അയ്യുഹൻ നാസ് ഇന്ന ഹാദാ യൗമുൻ ഖദ് ഇജ്തമഅലക്കും ഫീഹി ഈദാനി, അല്ലയോ ജനങ്ങളെ, ഇന്ന് 2 ഈദുകൾ സംഗമിച്ചിരിക്കുന്നു. ഫമൻ അഹബ്ബ അൻ യന്തദിർ ജുമുഅത, ജുമുഅ കാത്തിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, മിൻ അഹ്ലിൽ അവാലി, പ്രാന്തപ്രദേശങ്ങളൊക്കെ വന്ന ആളുകൾ ജുമുഅ കാത്തിരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫൽയന്തദിർ, കാത്തിരിക്കട്ടെ. വമൻ അഹബ്ബ അൻ യർജിഅ, ആരെങ്കിലും മടങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫഖദ് അദിൻതു ലഹു, ഞാൻ അവന് സമ്മതം കൊടുത്തിരിക്കുന്നു. ജുമുഅയ്ക്ക് വരാതെ ഇനി പോകാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ സമ്മതം തന്നു, അല്ല കാത്തിരിക്കുന്നുവെങ്കിൽ കാത്തിരുന്നോട്ടെ എന്ന് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു
പറഞ്ഞു ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി 5572 നമ്പറായി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഇങ്ങനെ ധാരാളം ഹദീസുകളും സ്വഹാബത്തിന്റെ അധ്യാപനമെല്ലാം വന്ന വിഷയമാണ് ഇത്. അത് നമ്മൾ വളരെ ഒരു ക്ലാസ്സിൽ മാത്രം പറഞ്ഞു പോയ ഒരു ഒറ്റ വാക്കോ ഒരു അബദ്ധം പറ്റിയതോ ഒന്നുമല്ല. എന്നാൽ ഷാഫി മദ്ഹബിൽ വെള്ളിയാഴ്ചയും ജുമഅയും ഒപ്പം വന്നാലും പെരുന്നാളും ഒപ്പം വന്നാലും രണ്ടും നിർബന്ധമാണ്. അതിന് കാരണം ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാന പ്രകാരം ഖുർആനിൽ വന്ന നിയമത്തെ മാറ്റാൻ ഹദീസ് കൊണ്ട് മതിയാവുകയില്ല എന്നാണ് ഷാഫി അസ്ലം. അപ്പൊ ജുമുഅ ഫർളാണ് എന്നുള്ളത് ഖുർആനാണ്. ഈ ഘട്ടത്തിൽ ഒരു ജുമുഅ നിർബന്ധമില്ല എന്നത് ഹദീസാണ്. അപ്പൊ ഖുർആനിൽ വന്ന ഹുക്മിനെ ദുർബലപ്പെടുത്തുവാൻ ഹദീസ് മതിയാവില്ല, ഖുർആൻ തന്നെ വേണം, അല്ലെങ്കിൽ മുതവാത്തിർ വേണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഹദീസ് പോരാ ഈ വിഷയത്തിൽ തെളിവായി പിടിക്കാൻ എന്ന ഷാഫി മദ്ഹബിന്റെ അസ്ൽ പ്രകാരമാണ് ഷാഫി മദ്ഹബിൽ ഇങ്ങനെ വന്നാലും ജുമുഅ നിർബന്ധമാണ് എന്ന് വന്നത്. അപ്പൊ പിന്നെ ഈ ഹദീസ് എന്ത് ചെയ്യും? ഹദീസ് സ്വഹീഹാണ്, നബി ഇമാം അടക്കം ഈ ഹദീസ് സ്വീകാര്യമാണെന്ന് പഠിപ്പിച്ച ആളാണ്. അപ്പൊ ഈ ഹദീസ് എന്ത് ചെയ്യും? അതിനവർ പറഞ്ഞു ന്യായമാണ്. ഈ ഹദീസ് ഉസ്മാൻ അഫ്ഫാന്റെ ഈ പ്രവൃത്തി, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അവാരി പ്രാന്തപ്രദേശത്തുകാർ ഒരു വേണമെങ്കിൽ കാത്തു നോട്ടാലി പൊയ്ക്കോട്ടെ. അപ്പൊ അത് എല്ലാവർക്കും ഉള്ളതല്ലാതെ ഇത് മനസ്സിലാക്കാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് ഷാഫി മദ്ഹബുകാർ എത്തിയിരിക്കുന്നത്. എന്നാൽ അപ്പൊ ഇതിപ്പം ഈ സംസാരിച്ച ഉസ്താദ്മാർ പറഞ്ഞു വെച്ചാല് അത് ദൂരെ വളരെ ദൂരത്തിൽ വരുന്ന ആളുകളാണ്, ഓർക്ക് പിന്നെ ജുമുഅ നിർബന്ധം മുസാഫിറാണെന്ന് നോക്കുകയാണ്. ഷാഫി മദ്ഹബ് പ്രകാരം മുസാഫിർ ആകണമെങ്കിൽ 82 മൈൽ വേണം. അപ്പൊ 130 കിലോമീറ്ററുള്ള ആൾക്ക് യാത്രക്കാരന് ഷാഫി മദ്ഹബ് അനുസരിച്ച് പറയുള്ളൂ. 130 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഏതായാലും ഒരാൾ ജുമുഅയ്ക്കും പെരുന്നാൾക്കും ഉറപ്പറ്റ. നബിയുടെ കാലത്ത് മദീനത്ത് പെരുന്നാൾ നിസ്കാരത്തിൽ 130 കിലോമീറ്റർ അപ്പുറത്തെ യാത്ര ചെയ്തിട്ട് ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരു ദിവസത്തെ യാത്രയാണ് യാത്ര. ഒരു രാവും പകലുമുള്ള യാത്രയ്ക്ക് യാത്ര എന്ന് പറയുള്ളൂ. ആ യാത്രക്കാരനെ ജുമുഅ ഒഴിവാകും. ആ യാത്രക്കാരന്റെ എല്ലാ ഇളവും ലഭിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിൽ എങ്ങനെ വരിക? അപ്പൊ അങ്ങനത്തെ മുസാഫിറിനെ പറ്റി അല്ല വിഷയം. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഈ ഹദീസ് വെച്ചുകൊണ്ട് പറഞ്ഞു ജുമുഅ നിർബന്ധമില്ല. പെരുന്നാൾ നിസ്കാരത്തിൽ വന്ന ജുമുഅ നിർബന്ധമില്ല. വന്ന നല്ല കാര്യം, സംശയമൊന്നുമില്ല. ജുമുഅയ്ക്ക് പങ്കെടുത്താൽ കൂലിട്ടും എല്ലാ നന്മയും ലഭിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്ക് ഇഷ്ടംപോലെ പള്ളിയായി സൗകര്യമായി വണ്ടിയുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല. ആ കൂലി നമ്മൾ കാണേണ്ട ആവശ്യമില്ല. പക്ഷെ നബിതങ്ങൾ നിർബന്ധമില്ല എന്ന് പറഞ്ഞ സംഗതി നമ്മൾ നിർബന്ധാക്കാൻ വകുപ്പുണ്ടോ? ഇവിടെ കാര്യം ഗൗരവമാണ്. ഇതൊരു സുന്നി മുജാഹിദ് വിഷയമൊന്നുമല്ല. നബി പറയാ മൻ ശാഅ ഫൽയുസല്ലി, ഉദ്ദേശിക്കുന്നവർ നിസ്കരിച്ചു കൊള്ളട്ടെ എന്ന് പറയാം. നിസ്കരിക്കാതെ മടങ്ങി പോവുകയാണെങ്കിൽ പെർമിഷൻ ഉണ്ട് എന്ന് ഉസ്മാൻ അഫ്ഫാൻ പ്രഖ്യാപിക്കാം. അപ്പൊ നബിതങ്ങൾ നിർബന്ധമില്ല എന്ന് പ്രത്യേകമായി ഇങ്ങനെ ഈ പ്രയോഗത്തിലൂടെ പഠിപ്പിച്ച ഒരു കാര്യം അല്ല, അത് നിർബന്ധമാണ് എന്ന് പറയുന്ന ഇന്നലെ ഒരു മുസ്ലിയാരിനെ വിളിച്ചു. ഇതിപ്പോ നിർബന്ധമില്ല പറഞ്ഞ ബുദ്ധിമുട്ടല്ല. അപ്പൊ ഞാൻ നബി നിർബന്ധമില്ല പിന്നെ നിർബന്ധം ആക്കാൻ പറ്റുമോ ചോദിച്ചു. അല്ല, അതിപ്പോ നബി ആ കാലത്ത് പറഞ്ഞല്ലേ ഈ കാലത്ത് പറ്റുമോ? നബി ആ കാലത്ത് മാത്രമല്ലല്ലോ, നബി ഖിയാമത്തോട് വെക്കല്ലേ. അപ്പൊ അല്ല അങ്ങനെ പറഞ്ഞപ്പോ ആളുകളൊക്കെ ഒരു ഇളവ് കിട്ടാൻ നിൽക്കല്ലേ, പിന്നെ ആളുകൾ ജുമുഅയ്ക്ക് വരൂലല്ലോ. ഇതിപ്പോ ഈ വഹി കൊടുത്ത അല്ലാഹ്ക്കറിയാലോ. ഈ സന്ദേശം നബിക്ക് വഹിയായി നൽകി അല്ലാഹ്ക്കറിയില്ല ഖിയാമത്ത് വരെ എന്തൊക്കെ നടക്കുന്നു. ഒരു സംഗതി നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യണില്ല എന്നുള്ള വിശ്വാസം തീരുമാനിക്കാം. ഇപ്പൊ തറാവീഹ് നിർബന്ധമില്ലാതെ ചിലപ്പോ നമ്മളെ തറവിക്കൂട്ടില്ല. ഫർദിനേക്കാളും ആൾക്കാർ തറാവിക്കാൻ വരുന്നുണ്ട്. നിർബന്ധമുള്ള ഫർദിനേക്കാൾ ഏറെ നിർബന്ധമില്ലാത്ത തറാവിക്ക് മനുഷ്യന്മാർ വരുന്നുണ്ട്. അപ്പൊ നിർബന്ധമില്ല പറഞ്ഞുകൂടി നന്മ മുടക്കരുതല്ല. നബിതങ്ങൾ പഠിപ്പിക്കാൻ നിർബന്ധമില്ല. മൻ ശാഅ, ഉദ്ദേശിക്കുന്നവർ നിസ്കരിച്ചു കൊള്ളട്ടെ എന്ന് നബിതങ്ങൾ പറഞ്ഞ സംഗതിയെ അല്ല അത് പറ്റൂല, അത് നിർബന്ധതയാണ് എന്ന് പറയാൻ വകുപ്പില്ല. അപ്പൊ ജുമുഅ നിർബന്ധമാണ്. അപ്പൊ പിന്നെ പെരുന്നാൾ നിസ്കാരം സുന്നത്തേ ഉള്ളൂ എന്നാൽ ചില ന്യായങ്ങൾ പിന്നെ പറഞ്ഞത് ശരിയാണ്. പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്, ജുമുഅ നിർബന്ധമാണ്. അപ്പൊ പക്ഷെ പെരുന്നാളിൽ പങ്കെടുത്ത ആൾക്ക് കിട്ടിയ ഇളവാണ്. പെരുന്നാളിൽ പങ്കെടുത്ത ആൾക്ക് കൊടുക്കുന്ന ഇളവാണ്. ഇനി അയാൾ ജുമുഅയിൽ പങ്കെടുക്കേണ്ടതില്ല. അയാൾ ദുഹ്ർ നിസ്കരിക്കണോ? നിസ്കരിക്കണമെന്നാണ് പ്രബലാഭിപ്രായം. എന്നാൽ അതിന് പോലും പറഞ്ഞവരുണ്ട്. ദുഹ്ർ നിസ്കാരത്തിന് പോലും വേണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അഭിപ്രായം അത്ര പ്രബലമല്ല. താബിഇയായ അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച പെരുന്നാളും ജുമുഅ ഒപ്പം വന്നാൽ ഓരോ പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദുഹ്ർ നിസ്കരിക്കണ്ട. കാരണം വെള്ളിയാഴ്ച ദുഹ്റില്ല,
വെള്ളിയാഴ്ച ഉള്ളത് പെരുന്നാളാണ്, ജുമയാണ്. ആ ജുമ വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ളുഹുറില്ലല്ലോ. ഒരാ പെരുന്നാൾ നമസ്കാരം മദീനാണ് അത്താ ഇബ്നു അബീ റബാഹിന്റെ അഭിപ്രായം. അഭിപ്രായം അത്ര എല്ലാവരും അംഗീകരിച്ചു പോകുന്ന അഭിപ്രായമല്ല. അത് അങ്ങനെ പറയാൻ നമുക്ക് ന്യായമില്ല എന്നുകൊണ്ട് തന്നെയാണ്. അബൂ ഹനീഫ ഇമാം പറഞ്ഞു ഒരു പെരുന്നാൾ നിർബന്ധമാണ്, ജുമ നിർബന്ധമാണ്, ഒക്കെ നിർബന്ധമാണ്. അപ്പൊ ളുഹുർ നിസ്കരിക്കാം, ളുഹുർ എവിടെ നിസ്കരിക്കാം? വിട്ടു നിസ്കരിക്കാം. അപ്പൊ ജുമ ഉള്ള പള്ളിയാണ് ജുമ നടക്കണം. ജുമ ഇല്ലാത്ത പള്ളിക്ക് ബാങ്ക് കൊടുത്ത് ളുഹുർ നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. ജുമ സംഘടിപ്പിക്കണം. നാം ജുമ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞുകൊണ്ട് അന്ന് ബാങ്ക് വിളിക്കേണ്ടത് ജുമയ്ക്കാണ്. അപ്പൊ ജുമയുള്ള പള്ളിയിൽ ബാങ്ക് വിളിച്ച് ജുമയാണ് നടക്കേണ്ടത്. ഓരോ വ്യക്തിക്കും ആ ജുമയിൽ പങ്കെടുക്കുന്ന നിർബന്ധമുണ്ടോ? ഇല്ല. ജുമ നടക്കുന്ന നിർബന്ധമുണ്ട്. അപ്പൊ കമ്മിറ്റികൾക്ക് ബാധ്യത ഉണ്ടാവും, ഖതീബിന് ഇമാമ നിർബന്ധം ബാധ്യത ഉണ്ടാവും. ഞാൻ ഇമാമെ വേറെ ഇമാമെ ഏൽപ്പിച്ചു മതി, അത് മതി, നടക്കുന്നുണ്ട് എന്ന് ഉറപ്പെടുത്തണം. അവിടെ എല്ലാവരും വരൽ അവർക്ക് നിർബന്ധമില്ല. ജുമ ഇല്ലാത്തൊരു പള്ളിക്ക് സാധാരണ ളുഹുർക്ക് ബാങ്ക് കൊടുത്തിട്ട് ളുഹുർ ജമാഅത്ത് നടത്താൻ പറ്റുമോ? ഇല്ല. അന്ന് നടത്തുകയാണെങ്കിൽ ജുമയാണ് നടത്താൻ ഒരു വീട്ടിൽ ളുഹുർ നിസ്കരിച്ചാൽ മതി. അതാണ് അവൻ ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാന പ്രകാരം ഓർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമാണ് ഉസ്താദുമാർ അത് പ്രശ്നമാക്കി മാറ്റി. ഞാൻ മനസ്സിലാക്കിയത് നമുക്കതിനും കുറച്ച് കൂലി കൊടുത്തിട്ടാനുള്ള ഒരു അവസരം എന്നാണ്. വലിയ മെനക്കെടില്ലാതെ കുറച്ച് കൂലി ഇട്ടാണ്. അപ്പൊ അതിന് മറ്റൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഇപ്പോഴാണ് ഞാൻ ഇപ്പൊ ഈ സംശയവാനൊക്കെ നമ്മൾ വിചാരിച്ചത് ഇപ്പൊ പള്ളിക്ക് ചെറിയ ക്ലാസ് അല്ലേ എന്നാണ്. സംഗതി പേരോട് ഉസ്താദ് കിട്ടുവാകുമ്പോ അല്ലെങ്കിൽ അത് നമ്മളിവിടെ ഒരു ക്യാമറ വാങ്ങിയത് മുതലായി, നമ്മൾ പരിപാടി മുതലായി. അപ്പൊ ക്യാമറ കുറച്ച് പൈസ ബാക്കിയുണ്ട്, അതേ കൊടുത്താളി. ക്യാമറ കുറച്ച് പൈസ കൊടുക്കാൻ ബാക്കി കൊടുത്താലൊക്കെ ലാഭമാണ്, മുതലായിട്ടൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കേണ്ടി മനസ്സിലായി. മാത്രമേ ഇതെന്ന് വെച്ചാൽ ഇപ്പോ മുമ്പേ പറഞ്ഞ പോലെ വിഷയമാണ്. ഹുസൈൻ സാഹിബിയുടെ പ്രസംഗം ഈ വിഷയത്തിൽ എത്രണ്ണം വന്നു? പഴയ പ്രസംഗങ്ങളൊക്കെ വന്നു. റഹ്മത്തുള്ളാഹി ഖാസിയുടെ പ്രസംഗം വരെയപ്പോ വന്നു. നബി അന്ന് പറഞ്ഞത് അത് സ്വകാര്യമാണ്, ഉണ്ടണ്ടാറ്. അത് സ്വകാര്യാണ്, അത് ശരിയാണ്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ആരെങ്കിലും ബലാക്കൊന്ന ഉദ്ദേശമായിരിക്കാം അദ്ദേഹത്തിന്. അപ്പൊ ഏതായിരുന്നാലും ഇത് അങ്ങനെ ഒരു ആക്ഷേപിക്കേണ്ട വിഷയമൊന്നുമില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് ജുമ നിർബന്ധമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ അസ്ലാണ്. ആ അസ്ലിന് ശരിയല്ല, ആ അസ്ലിൽ തന്നെ ശരിയല്ല. ഖുർആനിൽ വന്ന നിയമത്തെ മാറ്റാൻ ഹദീസ് പറഞ്ഞാൽ മതിയാവുകയില്ല എന്ന അസ്ലാണ്. ആ അസ്ല് പറ്റൂല. ഖുർആൻ ഹദീസും പ്രമാണം എന്ന നിലയ്ക്ക് ഒരുപോലെയാണ്. ഷാഫി മദ്ഹബിൽ പറയാൻ കാരണം ഖുർആൻ ഹദീസും പ്രമാണമാണെങ്കിലും ഖുർആന് ബലം കൂടുതലാണ്, ഹദീസിന് ഖുർആനേക്കാളും ബലം കുറവാണ്. അപ്പൊ ബലം കൂടിയ ഒന്നിനെ മാറ്റാൻ ബലം കുറഞ്ഞ ഒന്നുകൊണ്ട് പറ്റുകയില്ല എന്ന തത്വമാണ് ഷാഫി മദ്ഹബിൽ സ്വീകരിച്ച പോകുന്നത്. പക്ഷെ പ്രമാണം എന്ന ബലം രണ്ടിനും ഒരുപോലെയുണ്ട്. ഖുർആനും ആ ബലമുണ്ട്, ഹദീസും ആ ബലമുണ്ട്, സ്ഥാനമാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ മദ്ഹബുകാരും പറഞ്ഞത് ഖുർആനിൽ വന്ന ഹുക്മിനെ ഹദീസ് കൊണ്ട് നസ്ഖ് ചെയ്യാനും തഖ്സീസ് ചെയ്യാനും ഒക്കെ പറ്റും തന്നെയാണ്. ആര് പറഞ്ഞിട്ടില്ലെങ്കിലും അത് തന്നെയാണ് ശരിയായ അഭിപ്രായവും. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് നമ്മൾ പറഞ്ഞു, ഒരു ഹദീസ് അല്ല, നബിതങ്ങൾ തന്നെ പറഞ്ഞ മൂന്നെണ്ണം നമ്മൾ തിരിച്ചു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞ ഒന്നും നമ്മൾ പറഞ്ഞു. ഇതെല്ലാം പഠിപ്പിക്കുന്ന ആശയമാണ്. ഉദ്ദേശിക്കുന്നത് നിസ്കരിക്കാം, നിസ്കരിച്ചാൽ നല്ല കാര്യം, ജുമയ്ക്ക് വന്ന നല്ല കാര്യം, അതിന്റെ കൂലി കിട്ടും, എല്ലാ ഖൈറും ലഭിക്കും. ഒരാൾ ജുമയ്ക്ക് വന്നില്ല, അവനോട് നിർബന്ധം ഒഴിവാക്കി, ഫർദ് ഒഴിവാക്കി എന്ന് പറഞ്ഞവനെ ആക്ഷേപിക്കാൻ നമുക്ക് വകുപ്പില്ല.